അതിനുവേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കല്ലേ മോളെ. നമസ്കാരം. എങ്ങനെ പോകുന്നു മാഡം കേസിന്റെ അന്വേഷണമൊക്കെ? പീതാംബരൻ ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാളുടെ കൊലയാളിയെ എത്രയും വേഗം കണ്ടുപിടിക്കുമെന്ന് ഞാൻ അയാളുടെ മകൾക്ക് ഇപ്പൊ വാക്കുകൊടുത്തേ ഉള്ളൂ. അത്ര പെട്ടെന്ന് പിടിക്കാൻ കൊലയാളി തന്റെ അടുത്ത് നിൽക്കുന്ന പോലാണല്ലോ താൻ പറയുന്നത്. താൻ പോലീസിന്റെ പണി ഏറ്റെടുക്കുമെന്നും വേണ്ട. അത് ചെയ്യാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തന്നോടും കുടുംബത്തോടും ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഞങ്ങള് മാഡത്തിന്റെ ഓഫീസിലേക്ക് വരാം. വേണ്ട, ഞാൻ തന്റെ വീട്ടിലേക്ക് വരാം. അതാകുമ്പോ എല്ലാരെയും ഒരുമിച്ച് കിട്ടുമല്ലോ. ഇവിടെ നമുക്കൊരു തലവേദന ആവുന്ന ഡാഡി തോന്നുന്നു. ഇവളെ പേടിക്കണം. ഇവളെ കാശ് കൊടുത്ത് വശത്താക്കാനും പറ്റില്ല, ഭീഷണിപ്പെടുത്താനും പറ്റില്ല. താനൊന്ന് സമാധാനിക്ക്. അയാള് പറഞ്ഞത് മുകളിലേക്ക് എടുക്കണ്ട. നമുക്കത് കേട്ടില്ല എന്ന് വെക്കാം. നാട്ടുകാർക്ക് അങ്ങനെയല്ല. ഗോപാലിനെ എല്ലാവരെയും, പ്രത്യേകിച്ച് പോലീസുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയാ പീതാംബരനും ഞാനും തമ്മിലുള്ള ശത്രുതയെക്കുറിച്ച് സംസാരിച്ചത്. എനിക്ക് ഉറപ്പാ പീതാംബരനെ കൊന്നത് അയാൾ തന്നെയായിരിക്കും. അയാളിൽ നിന്നും പോലീസിനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാ അയാൾ എന്നെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്. ഇതുപോലെ തന്നെ അച്ഛൻ മരിച്ചപ്പോഴും അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാ. അദ്ദേഹത്തെ കൊന്നതിന്റെ ഒരു പശ്ചാത്താപവും ഇല്ലാതെ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അന്ന് സത്യം അറിയായിരുന്നെങ്കിലേ ഞാനും ചേച്ചി അയാളെ